ാവുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ്. ഇവർ ശരിക്ക് ആളെ തിരിച്ചറിഞ്ഞതിന് ശേഷം ബഹളം വെച്ചാൽ മതിയായിരുന്നു. ഈ നിലാവെളിച്ചത്തുള്ള ഈ മിന്നലാട്ടത്തിൽ ഇങ്ങനെ ബേജാറാകേണ്ടിയിരുന്നില്ല. ഇത്രമാത്രം പാപ്പരാണോ കൊല്ലങ്ങളോളം ഇന്ത്യ രാഷ്ട്രത്തിലെ രാഷ്ട്രീയ വിദഗ്ധന്മാരും വിശകലന നേതാക്കന്മാരുമായിരുന്ന ആളുകൾ ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ഇങ്ങനെ സ്ഥലജല ഭ്രമമുണ്ടാകാൻ മാത്രം പാപ്പരാണോ? അപ്പൊ ഇവരിലുള്ള ആത്മവിശ്വാസം എത്ര? ഇവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള ആത്മവിശ്വാസത്തിന്റെ കുറവെത്ര? അതൊക്കെ മനസ്സിലാക്കാൻ ഈ അവസരം നമുക്ക് പ്രയോജനപ്പെട്ടു എന്നതാണ് അതിലെ ഒരു വശം. പിന്നെ കൂട്ടത്തിലൊരു ശ്രദ്ധേയമായ ഒരു വിമർശനം ഒന്നിലധികം തവണ അത് കേൾക്കാൻ സാധിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്ക് അണികൾ കുറവാണ്, പ്രവർത്തകർ വളരെ കുറവാണ്. ഇപ്പൊ കുറഞ്ഞതാ ഈ അടുത്ത്. മുമ്പ് കഴിഞ്ഞ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി മുതലാളിത്തത്തിനും വർഗീയതക്കും വികസനത്തിന്റെയും വിഷയത്തിൽ കോൺഗ്രസിനേക്കാൾ മെച്ചം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് പൊതുവെ പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇതേ മനുഷ്യന്റെ നാവ് കൊണ്ട് മൂപ്പര് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദിച്ചു, അവർ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങവരുടെ മറുപടിയാണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെയും വികസനത്തിന്റെയും വർഗീയതയുടെയും ഒക്കെ വിഷയത്തിൽ സ്വന്തമായ ഒരു കാഴ്ചപ്പാടുള്ള, ആ കാഴ്ചപ്പാട് ആർജവത്തോടു കൂടി പറയാൻ കെൽപ്പുള്ള ഒരു ദേശീയ പ്രസ്ഥാനമാണ്. അപ്പൊ ആ ദേശീയ പ്രസ്ഥാനമാണ് ഇപ്പൊ ഈ അണികളില്ലാത്ത അവസ്ഥയിലേക്ക് വന്നത്. എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ അങ്ങാടികളിലൊക്കെ പോയാൽ കാണാം ഈ വീടുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞതും ഉപേക്ഷിച്ചതും ആർക്കും വേണ്ടാത്തതും തുരുമ്പെടുത്തതുമായ സാധനങ്ങളൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടി ഊരി ചെറ്റി ചെറിയ കാശിന്, അല്ലെങ്കിൽ ചിലപ്പം വെറുതെ ഇതെങ്ങനെയും ഒന്ന് പറമ്പെന്ന് പോയി കിട്ടിയാൽ മതി എന്ന നിലയ്ക്കിരിക്കായിരിക്കും വീട്ടുകാർ. അങ്ങനത്തെ സാധനങ്ങളെല്ലാം പെറുക്കി ചാക്കിലാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന കടകളുണ്ട് ടൗണിൽ. ആ കടകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കടന്റെ വാർപ്പിന്റെ മുകളിലും അതിന്റെ മുറ്റത്തും അതിന്റെ ഉള്ളിലും ഉടമക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത വിധം സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് കടയിൽ. തൊട്ടപ്പുറത്തുണ്ടാവും നല്ല പൈസ മുടക്കിയിട്ട് നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ള കട. അത് കുറച്ച് ഷെൽഫിലും മേശകളിലും ഒക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അധിക സ്ഥലവും ഒഴിഞ്ഞു കിടക്കുകയാണ്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കടയുടെ മുമ്പിൽ നിന്നിട്ട് ഈ തുരുമ്പെടുത്ത സാധനങ്ങൾ കൊടുന്നു കൂട്ടിയ കട ഉടമ ദേ കണ്ടോ, ആ കടയിൽ എന്ത് സാധനങ്ങളാ ഉള്ളത്, എത്ര കുറവാണെന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? അതുപോലെ നമുക്ക് പറയാനുള്ളത്, ക്ഷമിക്കണം, ഇവിടെ തുരുമ്പ് പിടിച്ചതെടുക്കൂല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകളെ എങ്ങനെയെങ്കിലും വലിച്ചു കൂട്ടുക എന്നതിന് ഒരു പ്രസ്ഥാനികമായി ഈ പ്രസ്ഥാനം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ നേതൃത്വം നൽകുന്ന ഒരു സംഘത്തെ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണ് നടന്നത് എന്ന് തീർത്ത് ഞാൻ പറയില്ല. കാരണം ഇത് മനുഷ്യരിലാണ് നടത്തുന്നത്. പരിമിതികൾ ഒരുപാടുണ്ട്, നമുക്കെല്ലാവർക്കും ദൗർബല്യങ്ങളും ബലഹീനതകളും ഉണ്ട്. പക്ഷെ ദൗർബല്യങ്ങളെയും ബലഹീനതകളെയും തത്വവൽക്കരിക്കുന്നതും അബദ്ധവശാൽ ദൗർബല്യങ്ങളും ബലഹീനതകളും സംഭവിച്ചു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൗർബല്യങ്ങളെ സിദ്ധാന്തവൽക്കരിക്കാനും എന്നിട്ട് ബലഹീനതകളിലും ദൗർബല്യങ്ങളിലും പെട്ടുപോയവരെ സംരക്ഷിക്കാൻ മൊത്തം സമുദായത്തിന്റെ മേൽമുദ്ര ഉപയോഗിക്കുന്നതും ഒരിക്കലും നന്മയുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പണിയല്ല എന്നേ ഇപ്പോൾ അതിനെപ്പറ്റി പറയാൻ നമുക്ക് കഴിയൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ആളെ കൂട്ടുക എന്നിട്ട് കൂടുതൽ അംഗബലമുള്ള, നേരത്തെ പറഞ്ഞ ആ ദേശീയ പ്രസ്ഥാനം ഇപ്പോൾ അണികളില്ല, അണികൾ കുറവുള്ള ഈ പ്രസ്ഥാനത്തിനെ പേടിച്ചിട്ട് എന്തിനാണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും പത്രസമ്മേളനവും, എല്ലാ ജില്ലയിലും പൊതുസമ്മേളനവും, എല്ലാ ലോക്കൽ കമ്മിറ്റിയിലും വിശദീകരണ ജാഥയും നടത്തുന്നത് എന്ന് നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അണികൾ കുറവോ കൂടുതലോ എന്നതല്ല, ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിൻ്റെ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇതിൻ്റെ മർമ്മം മനസ്സിലാവുകയും കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താലും അത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു കാഴ്ചപ്പാടും ഒരു ദർശനവുമുണ്ടോ എന്നതാണ്. കമ്മ്യൂണിസത്തെ ഇന്ന് അങ്ങനത്തെ ഒരു ദർശനമായിട്ട് ഇവർക്ക് അവതരിപ്പിക്കാൻ കഴിയോ? പറയുന്നില്ലല്ലോ. ബൂർഷ്വാ മുതലാളിത്തത്തിൻ്റെതാണ് ഈ ജനാധിപത്യം എന്ന ഈ പല്ലവി തന്നെ. ആ ജനാധിപത്യം അംഗീകരിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ ഇടതുപക്ഷത്തിന്റെ നേതാവിന്റെ ആരോപണം. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം നിൽക്കേണ്ടിടത്ത് നിന്ന് പോന്ന് ബൂർഷ്വാ മുതലാളിത്തത്തിന്റെ, ഇവരുടെ ചെറിയ മുതലാളിമാരെ പെറ്റി ബൂർഷ എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ പ്രയോഗങ്ങൾ തന്നെ ഇക്കൂട്ടർ മറന്നു. ഇവർ സ്വയം കുപ്പായമണിഞ്ഞ് എപ്പോഴും ഈ ചാനലുകളുടെ മുമ്പിൽ ഇങ്ങനെ സുന്ദരിച്ച് ഏതാണ്ട് 70 mm പുഞ്ചിരിയുമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ വേദനയും ബേജാറുകളും തിരിച്ചറിയാൻ കഴിയാത്ത വേറെ ഒരു മുതലാളിത്ത വർഗമായിട്ട് ഇവർ മാറി എന്ന് എല്ലാവരും മിക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ ബോധ്യം ജനങ്ങൾ അടയാളപ്പെടുത്തി കൊടുത്തതാണ് നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്ന് കണ്ടത്. അതിൻ്റെ കണക്കുകളിലേക്കും നന്ദിഗ്രാമിലേക്കുമൊക്കെ ഇപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുന്നത് ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് മാത്രം ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ വിശകലനത്തിൽ കിനാലൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്.
വീതിയുള്ള റോഡ് വേണ്ടെന്നാണ് മന്ത്രി എളമരം കരീം ചോദിക്കുന്നത്. വീതിയുള്ള റോഡിനെന്താ കുഴപ്പം? വേഗത്തിൽ പോകുന്ന കാറിനെന്താ പ്രശ്നം? കാറുള്ളവർക്കൊക്കെ റോഡ് വേണ്ടേ? റോഡുള്ളവർക്ക് കാർ ഉപയോഗിക്കാൻ പറ്റൂ? കാര്യം വളരെ ലളിതമാണ്. ആകെ കൂടി ഇവിടെ ഉള്ളത് കാറും റോഡുമാണെങ്കിൽ കാറിനും റോഡിനും ഒരു കുഴപ്പവുമില്ല. അതന്നെ നമ്മളീ നിലപാട്. ആകെ കൂടി ജീവിതം എന്ന് പറഞ്ഞാൽ കാറും റോഡുമാണെങ്കിൽ കാറിനും റോഡിനും ഒരു കുഴപ്പമില്ല. ജീവിതം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ കിടപ്പാടമാണെങ്കിൽ, അവന് കയറിക്കിടക്കാനുള്ള ഒരു അഭയസ്ഥലത്തിന്റെ വിഷയമാണെങ്കിൽ, അവന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണെങ്കിൽ, അവന്റെ ഉപജീവനത്തിന്റെ പ്രശ്നമാണെങ്കിൽ, അവന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെങ്കിൽ, കാറ് എന്ന് പറയുന്നത് 100,000 പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നം മാത്രമാണ് എന്ന്. അതും കാറുള്ളവന്റെ പ്രശ്നം മാത്രമാണ്. കുടിവെള്ളത്തിന്റെ പ്രശ്നം മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണ്. തണ്ണീർത്തടങ്ങളെയും നീർച്ചാലുകളെയും ഒക്കെ ഇല്ലാതാക്കിയിട്ട് ഹൈവേ എന്ന് പറഞ്ഞാൽ പെരുവഴി എന്നാണ്. പണ്ട് ഒരു വഴിയില്ലാത്തവനെ നമ്മൾ പറയും പെരുവഴിയിലായിരുന്നു. ആ പെരുവഴിയാണ് ഇവിടെ BOT ആകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഇവൻ ഉണ്ടാക്കി, എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കും പോലെ ഇവരുണ്ടാക്കി, ഇവർ ഓപ്പറേറ്റ് ചെയ്ത് കാശും ലാഭവും കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് കൈമാറുക. ഇതല്ലേ BOT എന്ന് പറയുന്നത്. അപ്പൊ പൊതുനിരത്ത് ഒരു വഴി, എല്ലാ വഴിയും നഷ്ടപ്പെട്ടവൻ പെരുവഴിയിലായി എന്ന് പറയുന്നു. ഇപ്പൊ പെരുവഴിയിലാകാൻ പറ്റില്ല. കാരണം ആദ്യം സ്വകാര്യവൽക്കരിക്കുന്നത് പെരുവഴിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പെരുവഴി പോലും ഇല്ലാതാക്കുന്നു പാവപ്പെട്ടവർക്ക്. പാവപ്പെട്ടവരുടെ പെരുവഴി വരെ നിഷേധിക്കുന്ന ഈ നിലപാട് വികസനമാണെങ്കിൽ ആ വികസനം കേരളീയ ജനസമൂഹത്തെ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ അപ്രസക്തമാണ്. കാരണം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം കാറ് നിർത്തിയിടാനോ വേഗത്തിൽ പോകാനോ പറ്റുന്നില്ല എന്നതല്ല. ഫുൾ ഓപ്ഷൻ, ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാറും ഇറക്കിയിട്ട് അത് റോട്ടിൽ ഇതിൻ്റെ ഗിയർ മാറാനേ നേരമുള്ളൂ, വണ്ടിക്കോടാൻ നേരമില്ല. കുണ്ടും കുഴിയും തിരിവും വളവും നിർത്തലും ഓടിക്കലൊക്കെ കൂടിയായിട്ട് എന്ന അവസ്ഥയുള്ള ആളുകൾ എത്രയുണ്ട്? കേരളീയ ജനസമൂഹത്തിൻ്റെ ഒരു പൊതു പ്രശ്നം അതായിരുന്നുവെങ്കിൽ എന്ത് തീർത്തിട്ടും റോഡുണ്ടാക്കുന്നതിനെ നമ്മൾ എതിർക്കുമായിരുന്നില്ല. പക്ഷേ കേരളം അതല്ല. കേരളത്തിനൊരു ആവാസ വ്യവസ്ഥയുണ്ട്. ഇവിടെ ഈ മരുഭൂമിക്ക് വലിയൊരു ആവാസ വ്യവസ്ഥയില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു പച്ചപ്പും ആരെങ്കിലും വളർത്തുന്ന ഒട്ടകവും, മരുഭൂമിയിൽ എവിടെയെങ്കിലും വല്ല പൂഴിയിൽ ചുരുണ്ട് കിടക്കുന്ന പാമ്പും, അത്രേ ഉള്ളൂ. ഇതുപോലെയല്ല നമ്മുടെ കേരളം. തണ്ണീർത്തടങ്ങളുള്ള, ആ ഭൂമിക്ക് മുകളിലും ഭൂമിക്കടിയിലും ഭൂമിക്കിടയിലുമായിട്ട് നമുക്ക് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല രൂപങ്ങളിലും ജീവജാലങ്ങൾ, ഇതെല്ലാം കൂടിയതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ആവാസ വ്യവസ്ഥയും ആ തണ്ണീർത്തടങ്ങളും ഭൂമിയുടെ ആ കടപ്പും ഒക്കെ പ്രസക്തമാണ്. അവിടുത്തെ കുടിവെള്ളമില്ലാത്ത മനുഷ്യന്റെ പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണ്. മലയാണ് വെള്ളത്തെ നിയന്ത്രിക്കുന്നത്. ആളുകൾ കരുതുന്നത് താഴ്ന്ന പ്രദേശത്താണ് വെള്ളം കിട്ടുക എന്നാണ്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. കുന്നിൻ്റെ മുകളിലാണ് വെള്ളം കിട്ടുക. ഞാൻ നല്ല കൊടും വേനലിക്ക് നാട്ടിലുണ്ടായിരുന്നു. ഈ കൊടും വേനലിൽ ഉയർന്ന പ്രദേശത്ത് ഒരു 10 മീറ്റർ ആഴമുള്ള കിണറ്റിൽ നല്ല വെള്ളമാണ്. താഴ്ന്ന പ്രദേശത്ത് 25 അടി കുഴിച്ചാലും വെള്ളം കിട്ടില്ല. വലിയ സമുദ്രങ്ങളൊക്കെ വരുന്നത് ഹിമാലയത്തിന്റെ മുകളിൽ നിന്നാണ്, അല്ലാതെ ഭൂമിയുടെ അഗ്നിപർവ്വതത്തിന്റെ കൂടെ പച്ചവെള്ളം വരികയല്ല. ഇതൊന്നും ഈ വിവരം കെട്ടവർക്ക് അറിയില്ല. ഇവർ മല മാന്തിയിട്ട് ഒരു കുന്നും ഒരു വയലും എടുത്താൽ ആ കുന്നെടുത്ത് ഇവിടെ നിരത്തിയാൽ പ്രശ്നം തീർന്നു എന്നാണ് ഇവർ കരുതുന്നത്. അപ്പോൾ 250 രൂപ സെന്റിന് കിട്ടിയിരുന്ന ഈ ആർക്കും വേണ്ടാത്ത വയല് 1.5 ലക്ഷം രൂപ സെന്റിന് കിട്ടുന്ന ഒരു പ്രയോജനകരമായ ഭൂമിയാക്കി മാറ്റുന്ന വിദ്യ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് ഈ അല്പന്മാർ കരുതുന്നത്. അവർ നാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ ചരലും ഈ മണ്ണും ഈ പൂഴിയും ചേർന്ന ഈ പ്രദേശം എത്രകാണ്ട് വർഷങ്ങൾ, തലമുറകൾ ശ്രമിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചേറുള്ള വയലായി മാറിയത് എന്നിവർ ഓർക്കുന്നില്ല. അതാണ് വലിയ പ്രശ്നം. അപ്പൊ കേരളത്തെ ഇവർക്കറിയില്ല, ജനതയെ അറിയില്ല, ജനത്തിന്റെ പ്രശ്നങ്ങളെ അറിയില്ല, നിലനിൽപ്പിന്റെ നീതിശാസ്ത്രങ്ങൾ എന്തെന്നറിയില്ല. ഇന്ന് കഴിഞ്ഞു പോകണം. ഇവരൊക്കെ വലിയ ഭൂമാഫിയകളാണ്. അതിനെപ്പറ്റിയൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൽ പോയിട്ട് പ്രസംഗിക്കണം. എനിക്കറിയാം കൃത്യമായിട്ട്. ഈ ഇന്നത്തെ നമ്മുടെ വ്യവസായ മന്ത്രിയും അനുബന്ധ ലോബികളും ഈ ഓരോ പദ്ധതിയുടെയും പിന്നാലെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഒരു റോഡ് വെട്ടാൻ ഏത് മന്ത്രിയാണോ ഭരിക്കുന്നത്, ആ മന്ത്രി ഒരു ഗ്രാമത്തിലൂടെ റോഡ് വെട്ടാൻ പോകുന്നു എന്ന വിവരം ആദ്യം അറിയുന്നത് ആ മന്ത്രിയുടെ ശിങ്കിടിമാരായ മുതലാളിമാരാണ്. സെന്റിന് 250 രൂപ എന്നൊന്നും പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടണ്ട. എൻ്റെയൊക്കെ അടുത്ത പ്രദേശങ്ങളിൽ ഇപ്പോഴും അങ്ങനത്തെ സ്ഥലമുണ്ട്. ഈ അടുത്ത കാലം വരെ സെന്റിന് 250 രൂപ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, 2500 രൂപ. സെന്റിന് 2500 രൂപ വിലയുള്ള ഈ പ്രദേശത്തിലൂടെ റോഡ് വരാൻ പോകുന്നു എന്ന വിവരം അറിയുമ്പോൾ ഇവരാദ്യം പോയിട്ട് ഈ പ്രദേശം മൊത്തം വാങ്ങിയിടും. കുറച്ച് കഴിയുമ്പോൾ റോഡ് അതിലൂടെ വരും. അപ്പോൾ പിന്നെ വില കൂടും. ആവശ്യത്തിന് വില കിട്ടിയാൽ ഈ ഭൂമിയൊക്കെ വിറ്റിട്ട് ഇവർ അടുത്ത പ്രദേശം പിന്നെ ഈ റോഡ് വെട്ടാൻ പോകുന്നത് എവിടെ? അപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ പലരുടെയും പല രീതിയിലുള്ള വികസനമാണ്. എല്ലാ വികസനത്തിൻ്റെ പിന്നിലും പല അജണ്ടകളുമുണ്ട്. ഈ വികസന അജണ്ടകളെ ജനജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിട്ടും ജനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടും നോക്കിക്കാണാൻ ശ്രമിക്കുന്നു എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നിലപാടിൻ്റെ പ്രസക്തി. ആ നിലപാട്
കേരളീയ സമൂഹത്തിലെ ജീവിക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. താല്പര്യങ്ങളുള്ളവർക്ക് അത് ബോധ്യപ്പെടില്ല. അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിൽ അതിനെ പ്രചരിപ്പിക്കാൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ജമാഅത്ത് പ്രവർത്തകരല്ല, അതിൻ്റെ പ്രതിയോഗികളാണ്. അതുകൊണ്ട് വളരെ സജീവമായി നിലനിൽക്കുകയാണ് പത്രമാധ്യമങ്ങളിൽ. ഇത് ആർക്കും അറിയാത്ത ഒന്നല്ല, എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും കാണാം. ചില ചെറിയ പ്രശ്നങ്ങൾ ഇവരുടെ അവതരണത്തിലുണ്ടാവും. അത് പിന്നെ നമ്മൾ ചെന്ന് ഒന്ന് തിരുത്തി കൊടുക്കാൻ നമുക്ക് സമയം കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മളല്ലാത്തത് കൊണ്ട് ചില കൺഫ്യൂഷനുകൾ ഉണ്ടാകും. അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് നേരമുണ്ടെങ്കിൽ നമ്മളെ പ്രചരിപ്പിക്കുന്ന പണി ഇവിടെ ഭംഗിയായിട്ട് നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ ഇഖാമത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.